കെ.എൻ. ബാലഗോപാലിന്റെ പ്രതികരണത്തിലേക്ക് പോകും. തുഞ്ചൻപറമ്പുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവുമായി ചേർന്നുള്ള പ്രവർത്തനങ്ങളൊക്കെ വലിയ അനുഭവമാണുള്ളത്. കേരളത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കാൻ ഭാവി തലമുറയ്ക്കും കേരളം എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിൻ്റെ രചനകൾ എന്നും സഹായിക്കും. അദ്ദേഹം എന്നും നമ്മുടെ മനസ്സിൽ കേരളം എന്ന് പറയുന്ന ഈ പ്രദേശത്തിൻ്റെ ഇന്ത്യയുടെ ഒക്കെ ചരിത്രത്തിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സാഹിത്യരചന എന്നും അത് നമുക്കൊരു സഹായകരമായ ഒന്നായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഏറ്റവും സജീവമായി നമ്മുടെ എല്ലാം മനസ്സിൽ നിൽക്കുന്നതിന് അത് സഹായിക്കും. അദ്ദേഹത്തെപ്പോലൊരു മഹാമനുഷ്യൻ്റെ വേർപാടിന് അങ്ങേയറ്റം ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തും. ദൈക്ഷണിക വ്യക്തിത്വത്തിൻ്റെ പ്രകാശ ഗോപുരമായിരുന്ന എഴുത്തുകാരനായിരുന്നു എം.ടി. വാസുദേവൻ നായർ. അദ്ദേഹത്തിൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എഴുത്തുകാരൻ്റെ നിർഭയമായ എഴുത്തിനെക്കുറിച്ചൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് നേരത്തെ കേട്ടത്. ഇത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ അദ്ദേഹത്തിൻ്റെ തുഞ്ചൻ പറമ്പിലെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നല്ലോ. അപ്പോൾ ചില വിവാദങ്ങൾ അതിനെ സംബന്ധിച്ച് പൊട്ടിപ്പുറപ്പെട്ടു. പ്രത്യേകിച്ച് ഭാഷാപിതാവായ അല്ലെങ്കിൽ അധ്യാത്മരാമായണം കിളിപ്പാട്ടിൻ്റെ രചയിതാവ് കൂടിയായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ ജന്മദേശം എന്ന് കരുതുന്ന തിരൂർ തുഞ്ചൻ പറമ്പിലെ തുഞ്ചൻ ആസ്ഥാനം അല്ലെങ്കിൽ ആ തുഞ്ചൻ പറമ്പിൽ അവിടെ സ്വാഭാവികമായിട്ടും ഒരു ക്ഷേത്രം വേണം, അല്ലെങ്കിൽ വിളക്ക് കൊളുത്തണം എന്നൊക്കെയുള്ള ചില വാദങ്ങൾ ഉയർന്നു വന്നിരുന്നു സമൂഹത്തിൽ. പക്ഷേ അതിനൊന്നും എം.ഡി. ചെവി കൊടുത്തില്ല. എന്ന് മാത്രമല്ല, അവിടെ തിരൂർ തുഞ്ചൻ പറമ്പിനെ ഒരു സാംസ്കാരിക കേന്ദ്രം എന്ന നിലയിലാണ് അദ്ദേഹം കണ്ടത്. അതിനെ ഒരു ഉദ്യമത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ അത് വേണ്ട എന്ന് പറയാൻ തലപ്പൊക്കമോ? അതെ, അതിനൊരു മതകേന്ദ്രമായോ അല്ലെങ്കിൽ ഒരു ആത്മീയ കേന്ദ്രമായിട്ടൊക്കെ കാണുന്ന ആൾക്കാർ ധാരാളം ഉണ്ടായിരുന്നു. അത്തരം വാദക്കാർ മുന്നോട്ട് വന്നിരുന്നു. അവിടെ അത്തരം ചില ഇടപെടലുകൾ ഉണ്ടായി. പക്ഷെ അതിനൊക്കെ ചേർത്ത് നിൽക്കാൻ എം.ഡിയുടെ സാരഥ്യമാണ് അവിടെ സഹായിച്ചത്. ഒരു വലിയ വടവൃക്ഷം പോലെ ഒരു മനുഷ്യൻ, ഒരു അതികായൻ അവിടെ നിൽക്കുമ്പോൾ അതിനെ എതിർത്ത് പറയാനുള്ള ശക്തിയോ ശേഷിയോ വരില്ല. അതാണ് എം.ഡി പറഞ്ഞത്. വളരെ നിർഭയമായി, എഴുത്തുകാരൻ നിർഭയമായി അവരുടെ അഭിപ്രായം പറയണം. രാമാനുജൻ എഴുത്തച്ഛനെ കുറിച്ചുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആദരവ് നൽകുന്ന കേന്ദ്രം, അദ്ദേഹത്തിന്റെ കേന്ദ്രം തുഞ്ചൻ പറമ്പ് എന്ന് പറയുന്ന ആ കേന്ദ്രം ഒരു സാംസ്കാരിക കേന്ദ്രമായിരിക്കണം. കാരണം അത് മലയാളത്തിന് അർഹതപ്പെട്ടതാണ്, അവകാശപ്പെട്ടതാണ്. അത് ആർക്കെങ്കിലും ഒരാളിലേക്കോ ഒരു വിഭാഗം ആളുകളിലേക്കോ ചുരുക്കേണ്ടതല്ല എന്ന കാഴ്ചപ്പാട് എം.ടിക്കുണ്ട് എന്നുള്ളതാണ്. ആ കാഴ്ചപ്പാട് ഉയർത്തിക്കൊണ്ട് തന്നെയാണ് എല്ലാ വർഷവും അവിടെ തുഞ്ചൻ സാഹിത്യ ഉത്സവം അദ്ദേഹം സംഘടിപ്പിക്കുന്നത്. ആ സാഹിത്യോത്സവത്തിൻ്റെ പ്രമേയം എല്ലാ വർഷവും ഇതുതന്നെയാണ്, ഭാരതീയത. അതുപോലെ തന്നെ മലയാള സാഹിത്യം മാത്രമല്ല, ഭാരതീയ സാഹിത്യത്തിലെ വിവിധ ധാരകൾ അവിടെ സംഗമിക്കാറുണ്ട് ഓരോ സാഹിത്യോത്സവത്തിലും. ഇതിനൊപ്പം തന്നെ പത്രാധിപരായിരുന്ന കാലത്ത് ഇതര ഭാഷകളിൽ നിന്നുള്ള എത്രയെത്ര പുസ്തകങ്ങളെ, നോവലുകളെ അദ്ദേഹം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. എഴുത്തുകാർക്ക് പരിഭാഷപ്പെടുത്താൻ ഉതകുന്ന തരത്തിൽ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എം.ടിയുടെ താല്പര്യപ്പെടുത്തുന്ന ഒരു പുസ്തകം എന്ന നിലയ്ക്ക് മാത്രം ഓരോ പുസ്തകത്തെയും നോക്കിക്കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ കന്നഡ സാഹിത്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ തെലുങ്ക് ബംഗാളി സാഹിത്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായിട്ടും മാതൃഭൂമി ആഴ്ചപ്പത്തിൽ വന്ന കഥകളുടെ അല്ലെങ്കിൽ നോവലുകളുടെ പരിഭാഷയിലൂടെയാണ്. നോബലിന് എത്രയോ വർഷം മുമ്പ് മാർക്വേസിനെ പറ്റി അദ്ദേഹം മലയാളത്തെ എഴുതിയിട്ടുണ്ട്, പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ദീർഘങ്ങളായ വായനയ്ക്ക് മലയാളിയെ പ്രേരിപ്പിക്കുകയും അതിനെ ശേഷിപ്പെടുത്തുകയും ചെയ്ത എഴുത്തിന്റെ ഉടമ കൂടിയാണ് അദ്ദേഹം.